നമസ്കാരം. CPIMൻ്റെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഒരുക്കങ്ങൾ കൊല്ലത്ത് പൂർത്തിയാകുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളപുരത്ത് റെഡ് വാളണ്ടിയർ പരേഡ് നടന്ന സമയത്ത് ഒരു 76 വയസ്സുള്ള ഒരു പ്രവർത്തകനെ നമുക്ക് റെഡ് വാളണ്ടിയറായിട്ട് കാണാൻ കഴിഞ്ഞു. ജമാലുദ്ദീൻ കുട്ടി എന്ന് പറയുന്ന പ്രായം തളർത്താത്ത പോരാളി എന്ന് വേണമെങ്കിൽ പറയാം. CPM സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന റെഡ് വാളണ്ടിയർ പരേഡിലാണ് അദ്ദേഹം പങ്കെടുക്കാൻ ഒരുങ്ങുന്നത്. ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. നമുക്ക് പരിചയപ്പെടാം ജമാലുദ്ദീൻ കുട്ടി സാറിനെ. അധ്യാപക സംഘടനകളുടെ ഒരു സജീവ പ്രവർത്തകനായിരുന്നു ജമാലുദ്ദീൻ കുട്ടി സാറ്. ഏത് പ്രവൃത്തി ഏറ്റെടുത്താലും ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും അല്ലെങ്കിലും അദ്ദേഹം ഏറ്റെടുക്കുന്ന ജോലി മനോഹരമായിട്ട് പൂർത്തിയാക്കുക എന്നുള്ളതാണ് സാറിൻ്റെ ഒരു ലക്ഷ്യം. വളരെ സന്തോഷം സാറിനെ കാണാൻ കഴിഞ്ഞതിൽ. ഇപ്പോൾ ഇവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി ആണല്ലേ? ഇവിടുത്തെ കോളശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറിയാണ്. ഇപ്പോൾ ഈ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നതിലൊരു സന്തോഷം എങ്ങനെയാണ്? വളരെ ആഹ്ലാദമാണ്. എനിക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്, കുറേ നേരം നടക്കാൻ, എങ്കിൽ തന്നെ ഒരു ആവേശം, മറ്റുള്ളവരെയും കൂടി ആവേശം കൊള്ളിക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. ചെറിയ കുട്ടികൾ മുതൽ അല്ലേ അവർക്കൊരു ആവേശമാണ്. എത്ര പ്രായമായാലും നമ്മളുടെ ആ ഒരു രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലേ, അതാണ്. അതെ അതെ. എന്താണെന്ന് വെച്ചാൽ ഞാൻ അന്നേ റിട്ടയറായി വന്ന് വീട്ടിലിരുന്ന് പോയതെങ്കിൽ ഞാൻ കിടപ്പിലായി പോകുമായിരുന്നു എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ അന്ന് മുതലേ ഇങ്ങനെ പൊതുരംഗത്ത് ഇറങ്ങി പ്രവർത്തിച്ചത് കൊണ്ട് എനിക്ക് അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്കിങ്ങനെ നടക്കാൻ കഴിയുന്നതും ഒക്കെ. അത് പുതുതലമുറയ്ക്ക് എന്തായാലും ധാരാളം അസുഖങ്ങളൊക്കെ ഉണ്ട്, 5-6 അസുഖങ്ങളുണ്ട്, അതിനെല്ലാം മരുന്ന് കഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഒക്കെ വളരെ നോർമലാണ്. അപ്പോൾ ഇതിനൊക്കെ കഴിയുന്നത് ഈ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ കിടപ്പിലായി പോകുമായിരുന്നു. 1980 മുതൽ സജീവ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ കാരനായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് അധ്യാപക സമരങ്ങൾ, എല്ലാ സമരങ്ങളിലും പങ്കെടുത്തിട്ടുള്ള ആളാണ്. പിന്നെ 1980 മുതൽ 90 വരെ ഈ KGT ഉണ്ടായിരുന്നു, കേരള ഗവൺമെൻറ് ടീച്ചേഴ്സ് അസോസിയേഷൻ. അതിൽ സജീവ പ്രവർത്തനമല്ലായിരുന്നു, മെമ്പറായിരുന്നു. അത്യാവശ്യം യൂണിറ്റ് പ്രവർത്തനങ്ങൾ നടത്തി വരികയും 1990-ലാണ് എല്ലാ അധ്യാപകരെയും കൂടി ചേർത്ത് ഇടതുപക്ഷ ഐക്യം നിരയുണ്ടാക്കി KST രൂപപ്പെട്ടു. KST രൂപപ്പെട്ട 1990-ലാണ്. KST രൂപപ്പെട്ടപ്പോൾ 1990 KST രൂപപ്പെട്ടപ്പോൾ അവിടുത്തെ പട്ടിത്തറ പഞ്ചായത്ത് സെക്രട്ടറി ആയിരുന്നു ഞാൻ. KSTയുടെ പഞ്ചായത്ത് സെക്രട്ടറിയായിട്ട് വർക്ക് ചെയ്തു. പിന്നീട് KSTയുടെ സബ് ജില്ലാ കമ്മിറ്റിയിൽ വന്നു. അതിൽ ഇപ്പം ഒരു സജീവമായിട്ട് മുകളിലോട്ട് പ്രവർത്തിക്കാൻ പറ്റാത്തത് വീടും ജോലി സ്ഥലവുമായിട്ട് ഇങ്ങനെ പോയും വന്നും നിൽക്കുന്ന ഒരു അനുഭവമാണ്. അപ്പോൾ ഈ പ്രവർത്തനത്തിലൂടെ അധ്യാപകർക്ക് പ്രശ്നങ്ങൾ ഞാൻ പിന്നെ ഓഫീസ് വർക്കുകളൊക്കെ നല്ലപോലെ ചെയ്യാനറിയാം. അധ്യാപകരുടെ ഏത് പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനും ഒക്കെ എനിക്ക് അതിനുള്ളൊരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ട് സ്കൂളിൽ വരുന്ന അധ്യാപകരെ പെട്ടെന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളുടെ KST സംഘടനയിലേക്ക് കൊണ്ടുവരാൻ വളരെ എളുപ്പമായിരുന്നു. റിട്ടയർമെൻറ്റിന് ശേഷമാണ് ഈ സജീവ രാഷ്ട്രീയത്തിൽ. അതെ അതെ അതെ. ഇവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. ഇവിടുത്തെ അനവധിയല്ല, 18 കൊല്ലം. ഇപ്പോൾ ഈ സംസ്ഥാന സമ്മേളനം വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു റെഡ് വാളണ്ടിയറായിട്ട് ആകാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ നമ്മളെ വരുന്ന തലമുറയ്ക്ക് ഒരു ആവേശം കിട്ടാനാണ്. ആവേശം എന്ന് പറഞ്ഞാൽ ഇത്രയും വയസ്സുള്ള ആൾ ഇതിൽ വരുമ്പോൾ നമുക്ക് ചെറുപ്പക്കാരായ നമുക്കിതിൽ വന്നുകൂടെ എന്ന് അവർക്കൊരു തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അവരെ ഇൻസ്പയർ അല്ല, എനിക്കിതിൽ ആളാവാൻ വേണ്ടിയോ ഒന്നുമല്ല. 74 എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു 2 കിലോമീറ്റർ നടക്കുമ്പോൾ പിന്നെ നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എങ്കിൽ തന്നെയും ആവേശം കൊള്ളിക്കാൻ വേണ്ടി ആണ് ഞാനിതിൽ പങ്കെടുത്തത്. ഈ പാർട്ടിയുടെ ഒരു നേതാക്കന്മാരൊക്കെ ഇത് കാണുമ്പോൾ ഇത്രയും പ്രായമുള്ള ഒരാൾ റെഡ് വാളണ്ടിയറായി എന്നൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം എന്നെ. മിക്കവാറും എല്ലാ ഏരിയയിലും അറിയാം. എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണല്ലേ. റിട്ടയർഡായി ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ഒരു ലൈബ്രറി ഉണ്ട്, കൊല്ലം ജില്ലയിൽ അറിയപ്പെടുന്ന മംഗളോദയം പബ്ലിക് ലൈബ്രറി. ഇവിടെ ഉണ്ട്. ഇപ്പം 2 കെട്ടിടങ്ങളും കാര്യങ്ങളും. അതിൻ്റെ ആദ്യ കെട്ടിടം ഞാൻ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് ആദ്യ കെട്ടിടം ഉണ്ടാക്കി. അന്നൊക്കെ പിരിച്ചാണ്, അന്ന് സംഭവം വേറെ എങ്ങൊന്നും പൈസ കിട്ടത്തില്ല. ആ പിരിച്ച് 8 കൊല്ലം കൊണ്ടുള്ള ഇതൊക്കെ ഉണ്ടാക്കിയപ്പോഴാണ് എനിക്ക് ജോലി കിട്ടി ഞാനങ്ങ് പോയത്. പിന്നെ ഞാൻ 33 കൊല്ലം കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് വീണ്ടും അവരെന്നെ സെക്രട്ടറി ആക്കി. ഒരു 3 കൊല്ലം അടിപൊളിയായിട്ട് കേട്ട് കാണും. മംഗളോദയം പബ്ലിക് ലൈബ്രറിയുടെ പിന്നെ ഈ വടംവലി മത്സരമൊക്കെ കേട്ടിട്ടുണ്ടാവും.
അഖിലേന്ത്യാ വടംവലിയൊക്കെ കാരണം അതിൻ്റെ 3 കൊല്ലം സെക്രട്ടറി ആയിരുന്നു ഞാൻ ഇപ്പോൾ അവിടുന്ന് ഒഴിവായതിനു ശേഷം പിന്നെ ആ വടംവലി ഉണ്ടായിട്ടില്ല. അങ്ങനെ ആ വടംവലി സജീവമായിട്ട് ഇറങ്ങിത്തിരിച്ചാൽ പിന്നെ അപേക്ഷയായിട്ട് അങ്ങ് ഇറങ്ങും. നമ്മൾ ഏറ്റെടുത്ത പണി പൂർത്തിയാക്കുക എന്നുള്ളതാണ്. പരമാവധി ഏറ്റെടുക്കില്ല, ഏറ്റെടുത്ത പണി പൂർത്തിയാക്കുക എന്നുള്ളതാണ് നമ്മളെ ഒരു. അതെ, പുതുതലമുറയ്ക്ക് ഒരു ആവേശം തന്നെയാണ് സാറ്. ഇന്നത്തെ തലമുറ മൊബൈൽ ഫോണിനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് അഡിക്റ്റായിട്ട് വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുന്ന ഒരു കാലഘട്ടത്തിൽ സാറിനെ പോലുള്ളവർ എന്തായാലും ഈ ഒരു പ്രവർത്തികളിൽ, ഈ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി ഇനിയും ഒരുപാട് വർഷം തുടരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്സ്. അതെ അതെ, ഐലൻഡ് ടി വിക്ക് 1000 ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. അതുപോലെ നമ്മുടെ സംസ്ഥാന സമ്മേളനത്തിന് ഒരു ആശംസ പറഞ്ഞു. സംസ്ഥാന സമ്മേളനത്തിന് 100 ചുവപ്പൻ അഭിവാദ്യങ്ങൾ